ആയത്തുകളാണ്. കിതാബു തൗഹീദ് വഖൗലുല്ലാഹി തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വഖൗലുഹു വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഈ രണ്ട് ആയത്തുകളാണ് നമ്മൾ വായിച്ചത്. അടുത്തതായി ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു, വഖൗലുഹു വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. സൂറത്തുൽ ഇസ്രായിലെ ഈ ആയത്താണ് മൂന്നാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ആ ആയത്തിന്റെ പൂർണ്ണരൂപം വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഈ ആയത്താണ് അദ്ദേഹം മൂന്നാമതായി ഈ കിതാബിന്റെ മുഖദ്ദിമയിൽ ആമുഖത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതും അല്ലാഹു തആല തൗഹീദ് കൊണ്ട് അവന്റെ ഏകത്വം പഠിപ്പിക്കുന്ന കൽപ്പിക്കുന്ന ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഖദാ റബ്ബുക. ഖദാ എന്ന് പറഞ്ഞാൽ അമറ വവസ്സ. അമറ വവസ്സ, കൽപ്പിച്ചിരിക്കുന്നു, വളരെ ഉറച്ച ഒരു കൽപ്പന വസിയ്യത്തായി നൽകിയിരിക്കുന്നു. അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്, അവനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന. വബിൽ വാലിദൈനി ഇഹ്സാന. വാലിദാനി എന്ന് പറഞ്ഞാൽ രണ്ട് പിതാക്കന്മാരെന്നാണ് അർത്ഥം. പക്ഷെ ഉദ്ദേശിക്കുന്നത് മാതാവും പിതാവും എന്നാണ്. തഗ്ലീബ് എന്ന് പറയും അറബിയിൽ. ചില കാര്യങ്ങൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഒന്ന് കൂടുതൽ ഗലബത്ത്, കൂടുതൽ പ്രാധാന്യമുള്ളതായിരിക്കും. അപ്പൊ അതിലേക്ക് ചേർത്ത് അതിനെ ദ്വിവചനമായി മുസന്നയായി പറയും. ഉദാഹരണത്തിന് സൂര്യനും ചന്ദ്രനും എന്നുള്ള അർത്ഥത്തിൽ അൽ ഖമറാൻ എന്ന് പറയും. നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇങ്ങനെയുള്ള കുറെ വാക്കുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ വാലിദാനി, മാതാപിതാക്കൾ. മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് തൃപ്തികരമായ കാര്യങ്ങൾ ചെയ്യുക, അവരെ അനുസരിക്കുക. ഇതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അതിന്റെ പരിധി എന്താണ്? മാതാപിതാക്കൾ അനുസരിക്കുന്നതിന്റെ പരിധി രണ്ട് കാര്യങ്ങളാണ് ഉലമാക്കൾ പറയുന്നത്. ഒന്ന്, മഅസിയത്തല്ലാത്ത കാര്യങ്ങൾ, മാലം യകുൻ മഅസിയ. അവർ പറയുന്ന കാര്യം അല്ലെങ്കിൽ അവർക്ക് മനസ്സിൽ ഇഷ്ടമുള്ള കാര്യം അത് മഅസിയത്താകാത്തിടത്തോളം കാലം അവരനുസരിക്കണം. രണ്ടാമത്, ഔ യദുറുൽ വലദ്, അല്ലെങ്കിൽ ഈ മകന് ഉപദ്രവമായിട്ടുള്ള കാര്യം ആവരുത്. ദീനിയായി അല്ലെങ്കിൽ ഭൗതികമായി വലിയൊരു ഉപദ്രവം വരുത്തിവെക്കുന്ന കാര്യമാണെങ്കിൽ അനുസരിക്കുക നിർബന്ധമില്ല. അല്ലാത്തിടത്തോളം അവരനുസരിക്കുകയും തൃപ്തിപ്പെടുത്തുകയും വേണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അവർ രണ്ടുപേരും അല്ലെങ്കിൽ അവരിൽ ഒരാൾ, ഉമ്മയോ ഉപ്പയോ, നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലെത്തിയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്. അവരോട് ഉഫ് എന്ന വാക്ക് പറയരുത്. ഉഫിൻ എന്ന് പറഞ്ഞാൽ ഛേ എന്ന് നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറുണ്ട്. അഥവാ നിങ്ങൾ പറയുന്ന കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല, ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന വാക്കാണ് ഉഫിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് താല്പര്യമില്ല, അത് ശരിയല്ല എന്ന് അവരോട് പറയുന്ന വാക്ക്, അത് പറയരുത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ കൂടുതലുള്ള വാക്ക് എന്തായാലും പറയാൻ പാടില്ല. ഖിയാസുൻ ഔലവി എന്ന് പറയും. ഒരു കാര്യം ഹറാമാണെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള കാര്യം എന്തായാലും ഹറാമായിരിക്കും. ഒരു കാര്യം വാജിബാണെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം എന്തായാലും അതിനേക്കാൾ വാജിബായിരിക്കും. ഉലമാക്കൾ പറയുന്നത് ഇങ്ങനെയുള്ള ഖിയാസ് അത് നഫ്സിനേക്കാൾ ബലമുള്ളതാണ്. അതായത് മാതാപിതാക്കളുടെ ഉഫിൻ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരടിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നത് അടിക്കരുത് എന്ന ഒരു പ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ ശക്തിയാണ് ഉഫിൻ എന്ന് പറയാൻ പാടില്ല എന്നതുകൊണ്ട് ഈ ഉഫിൻ എന്ന് പറയരുത് എന്നതുകൊണ്ട് അടിക്കരുത് എന്ന് മനസ്സിലാക്കാം. ആ മനസ്സിലാക്കലിന് അവരടിക്കരുത് എന്ന് വ്യക്തമായി പറയുന്നതിനേക്കാൾ ബലമുണ്ട്. കാരണം അതിൽ താഴെയുള്ളതാണ് വിലക്കിയിരിക്കുന്നത്. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ. അവരെ നിന്ദിക്കുന്ന ഒരു വാക്ക്. തൻഹർഹുമാ എന്ന് പറഞ്ഞാൽ തസ്ജുർഹുമാ, എന്തെങ്കിലും ഒരു കാര്യം ശക്തിയായി വിലക്കുന്നതിനാണ് സജ്ർ എന്ന് പറയാം. അങ്ങനെ ചെയ്യരുത് എന്ന് കടുത്ത ഭാഷയിൽ വിലക്കുക, അത് ചെയ്യരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് നല്ല വാക്ക് പറയുക. കരീം എന്ന് പറഞ്ഞാൽ അശ്ശരീഫു ഫീ ജിൻസിഹി, എന്തൊരു വസ്തുവും അതിന്റെ ഇനത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടത്, അതിനാണ് കരീം എന്ന് പറയാം. എന്തൊരു സാധനത്തിനും കരീം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും.
അർറജുലുൽ കരീം, നല്ല കരീമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരാൾ. അതുപോലെ എന്തെങ്കിലും ഒരു വസ്തു അത് കരീമാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് പിരിക്കാൻ പോകുന്ന സമയത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇയ്യാക വകറായിമ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ കരീമായിട്ടുള്ളത് നീ സൂക്ഷിക്കുക. ആടും ഒട്ടകവും ഒക്കെ സകാത്ത് ആയി പിരിച്ചെടുക്കുമ്പോൾ അതിൽ കരീമായിട്ടുള്ളതിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മുന്തിയ ഇനം അതെടുക്കരുത്. ഒരു മിതമായ മധ്യമ നിലവാരത്തിലുള്ളത് മാത്രം ശേഖരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖൗലുൻ കരീം എന്ന് പറഞ്ഞാൽ വാക്കുകൾ വെച്ച് ഏറ്റവും മികച്ചത്, ഏറ്റവും മാന്യവും ഏറ്റവും മധുരവുമായിട്ടുള്ള വാക്കുകൾ പറയുക. വഖുൽ ലഹുമാ ഖൗലൻ കരീമ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, റഹ്മത്ത് കൊണ്ട് കാരുണ്യം കൊണ്ട് അവർക്ക് താഴ്മയുടെ ചിറക് താഴ്ത്തിക്കൊടുക്കുക. വഖുൽ നീ പറയുക, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബേ ഇവർ എന്റെ ചെറുപ്പത്തിൽ എന്നോട് റഹ്മത്ത് ചെയ്തതുപോലെ നീ അവരോടും റഹ്മത്ത് ചെയ്യണം. ചെറുപ്പത്തിൽ അവർ നമ്മോട് റഹ്മത്ത് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയാം. ഇതുപോലെ റഹ്മത്ത് ചെയ്യണം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ ചെറുപ്പത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു തന്നു നമുക്കറിയാം. അങ്ങനെയാണോ അള്ളാഹു അവരോട് ചെയ്യേണ്ടത്? അറബിയിൽ കാഫ് ഉപയോഗിച്ചിട്ടുള്ള തശ്ബീഹ്, കാഫ് എന്നുള്ള ഹർഫ് ഉപയോഗിച്ചിട്ടുള്ള തശ്ബീഹ്, ഉപമ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള താരതമ്യം, അത് ചെയ്താൽ രണ്ടും ഒരുപോലെ എന്ന അർത്ഥമില്ല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകാം. ഉദാഹരണത്തിന് വജ്ഹുക കൽ ഖമർ, നിന്റെ മുഖം ചന്ദ്രനെ പോലെയാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ചന്ദ്രന്റെ അതേ ഷേപ്പാണ്, അതേ കളറാണ് എന്നൊന്നും അർത്ഥമില്ല. നേരെ മറിച്ച് അത് തമ്മിൽ ഒരു ബന്ധമുണ്ടാകും, അത്രമാത്രം. അപ്പോൾ മാതാപിതാക്കൾക്ക് അവരെ തൃപ്തിപ്പെടുത്തണം, ഇഹ്സാൻ ചെയ്യണം. അതിനു പുറമെ അവർക്ക് വേണ്ടി ദുആ കൂടി ചെയ്യണം. ഒരു ബാധ്യത കഴിച്ചു എന്നുള്ള നിലപാടല്ല, മറിച്ച് അവർക്ക് എത്ര ഇഹ്സാൻ ചെയ്താലും അത് പോരാ. അതിന് പകരം വീണ്ടും ദുആ കൊണ്ട് ബാക്കിയുള്ളത് തീർക്കുക. ഇങ്ങനെയാണ് ഈ ആയത്തിൽ പറയുന്നത്. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഫായിദകൾ, ഒന്നാമത്തേത് വുജൂബ് ഇഫ്രാദില്ലാഹി ബിൽ ഇബാദ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കണം. കാരണം അള്ളാഹു ഒന്നാമത് ഈ ആയത്തിൽ പറഞ്ഞത് അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്, ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്. അറബിയിൽ തൗക്കീദിന് ഒരു കാര്യം, ഹസ്റിന് ഒരു കാര്യം അത് മാത്രം എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ലാ പ്ലസ് ഇല്ല എന്നുള്ളത്. ലാ തഫ്അൽ ഇല്ല, ലാ തഖുൽ ഇല്ല അൽ ഹഖ്, നീ ഒന്നും പറയരുത് ഹഖ് ഒഴികെ. ഇങ്ങനെ ലായും അതിനുശേഷം ഇല്ലായും ഉപയോഗിക്കുക എന്നുള്ളത് ഹസ്റിന് ഒരു കാര്യം പരിമിതപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഘടനയാണ്. ആ രൂപത്തിലാണ് അള്ളാഹു പറഞ്ഞത് ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. അപ്പൊ ഇഫ്രാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക. അത് ദീനിന്റെ അസാസാണ്, അസ്ലാണ്, അടിത്തറയാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്ന വിഷയം പറഞ്ഞപ്പോൾ അതിനു മുമ്പായി ഈ കാര്യം ആമുഖമായി പറഞ്ഞത്. കാരണം അതില്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള ഇഹ്സാൻ എന്നല്ല എന്ത് പുണ്യകർമ്മവും ബാത്തിലായിരിക്കും, അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ദീനിന്റെ അടിസ്ഥാനം, അടിത്തറ ഇഖ്ലാസാണ്, തൗഹീദാണ് എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഫായിദ വുജൂബുൽ ബിർരി വൽ വാലിദൈൻ, വുജൂബുൽ ബിർരി ബിൽ വാലിദൈൻ അലാ കുല്ലി വാഹിദിൻ മിനൽ വലദി ബിഐനിഹി. ബിർറുൽ വാലിദൈൻ എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ്. വാജിബുൻ ഐനി, ഫർദ് ഐനാണ്. ഓരോ മകനും നിർബന്ധമാണ്, ഓരോരുത്തർക്കും നിർബന്ധമാണ്. അപ്പൊ വേറെ മകനുണ്ട് മാതാപിതാക്കളുടെ കാര്യം നോക്കാൻ എന്നുണ്ടെങ്കിലോ, എന്നാലും നമുക്കത് വാജിബാണ്. പക്ഷെ അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാജിബിന്റെ സ്വഭാവം മാറുമെന്ന് മാത്രം. അവരോട് നല്ല വാക്ക് പറയുക, അവരെ തൃപ്തിപ്പെടുത്തുക, ഇതൊക്കെ എല്ലാവർക്കും നിർബന്ധമാണ്. അവരുടെ ഭൗതികമായ കാര്യങ്ങൾ, ശുശ്രൂഷ, അവ ചികിത്സ, ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ അത് ചെയ്യാൻ ഒരു മകനുണ്ടെങ്കിൽ ബാക്കി മക്കൾ അത് ചെയ്യണമെന്നില്ല. പക്ഷേ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഫർദുൻ ഐനി, ഓരോരുത്തർക്കും നിർബന്ധമാണ്. അടുത്ത ആയത്ത് വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ ഈ വാക്ക് ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ. ഇത്രയുമാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ പൂർണ്ണരൂപം ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽയതാമ വൽമസാകീനി. അതിന് മുമ്പ് ഒരായത്തുണ്ട് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, സൂറത്ത് അൻ-നിസാഇലെ ആയത്ത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന
വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബ്നിസ് സബീൽ വമാ മലകത് അയ്മാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. സൂറത്ത് നിസായിലെ 36-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ ഉള്ള മുഫ്രദാത്ത്, ഇതിലുള്ള വാക്കുകളുടെ അർത്ഥം പറയാം. ഉഅ്ബുദുല്ലാഹ വഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ ഖുർആനിൽ ഉഅ്ബുദുല്ലാഹ് അല്ലെങ്കിൽ അനിഅ്ബുദുല്ലാഹ് എന്നുള്ള വാക്കുണ്ടോ, അല്ലാഹുവിനുള്ള ഇബാദത്ത് എന്ന വാക്കുണ്ടോ, അതിന്റെ അർത്ഥം അഫ്രിദൂഹു ബിൽ ഇബാദ, അവനെ മാത്രം ആരാധിക്കുക എന്നാണ്. കാരണം അല്ലാഹു അല്ലാത്ത ഒരാളെ ആരാധിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് അർത്ഥമില്ല, അത് ബാത്തിലാണ്. വുളു ഇല്ലാത്ത നമസ്കാരം പോലെയാണ്. വുളു ഇല്ലാത്ത ഒരാൾ നമസ്കരിച്ചാൽ നമസ്കരിച്ചു എന്ന് നമ്മൾ പറയില്ല. അതിന് യാതൊരു സാധുതയുമില്ല നമസ്കാരത്തിന്. രണ്ടാമത്തെ വാക്ക് വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ലാ തുശ്രികൂ ബിഹി ഷൈഅ. ഷൈഅ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഏറ്റവും ആമായ വാക്കാണ്, ഏറ്റവും വിശാലമായ വാക്ക്. അതിൽ ഉൾക്കൊള്ളാത്ത ഒന്നുമില്ല, എല്ലാ മഖ്ലൂഖുകളും അതിൽ ഉൾപ്പെട്ടു. അപ്പൊ അള്ളാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. അത് ജീവനുള്ള വസ്തുക്കളാകട്ടെ, ബിംബങ്ങളാവട്ടെ, സ്വാലിഹ്യങ്ങളായ അമ്പിയാക്കളും മറ്റുള്ള ഔലിയാക്കളുമാകട്ടെ, തെമ്മാടികളാകട്ടെ, സാങ്കല്പിക കഥാപാത്രങ്ങളാകട്ടെ, ഇങ്ങനെ എന്തായിരുന്നാലും എല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഷൈഅ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഒരു വസ്തുവിനെയും അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ. ഇനി അല്ലാഹു തആല മറ്റു മനുഷ്യരോടുള്ള ഹക്കുകളെ കുറിച്ച് പറയുകയാണ്. അള്ളാഹുവിന്റെ ഹക്ക് ആദ്യം പറഞ്ഞു, ഇഫ്രാദുഹു ബിൽ ഇബാദ, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക. പിന്നെ അള്ളാഹു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബാധ്യതയുള്ള മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ബാധ്യത ആരോടാണ്? വബിദിൽ ഖുർബ, മാതാപിതാക്കൾ വഴി നമുക്ക് വരുന്ന ബന്ധങ്ങൾ. മാതാപിതാക്കളാണ് നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ വാതിൽ, അവർ വഴിയാണ് നമ്മുടെ ബന്ധങ്ങൾ, അവർ വഴി നമുക്കുള്ള ബന്ധങ്ങൾ. ദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ, അർ റഹിം, രക്തബന്ധമുള്ള ആളുകൾ. വൽ യതാമ, യതാമ എന്ന് പറഞ്ഞാൽ ജംഉ യതീം, യതീം എന്നുള്ളത് ജംആൻ. യതീം എന്ന് പറഞ്ഞാൽ മൻ മാത അബൂഹു വലം യബ്ലുഗ്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പിതാവിനെ നഷ്ടപ്പെട്ട അയാളാണ് യതീം എന്ന് പറയുന്നത്. വൽ യതാമ വൽ മസാകീൻ, മസാക്കീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദരിദ്രർ. ജംഉ മിസ്കീൻ, മിസ്കീൻ എന്നതിന്റെ ജംആണ് മസാക്കീൻ. മസാക്കീൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിനുള്ള വരുമാനമില്ലാത്തയാൾ. ഒന്നുമില്ലാത്തയാൾ തന്നെ ആവണമെന്നില്ല, തന്റെ ആവശ്യത്തിന് വരുമാനം തികയുന്നില്ല, അങ്ങനെയുള്ള ആളാണ് അൽ മിസ്കീൻ. വൽ ജാരി ദിൽ ഖുർബ, അടുത്തത് അൽ ജാറു ദുൽ ഖുർബ, കുടുംബബന്ധമുള്ള അയൽവാസി, കുടുംബബന്ധമുള്ള അയൽവാസി. വൽ ജാരിൽ ജുനുബ്, അൽ ജാറുൽ ജുനുബ് എന്ന് പറഞ്ഞാൽ കുടുംബബന്ധമില്ലാത്ത അയൽവാസി, അടുത്ത് താമസിക്കുന്ന അയൽവാസി. വസ്സാഹിബി ബിൽ ജംബ്, നമ്മുടെ അടുത്തുള്ള ആൾ. അടുത്തുള്ള ആൾ എന്ന് പറഞ്ഞാൽ അയൽവാസി ഉൾപ്പെടും. അതുപോലെ താൽക്കാലികമായി നമ്മുടെ അടുത്ത് വന്നുപെട്ടിട്ടുള്ള ആളുകൾ, യാത്രയിൽ അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് പോയി വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടു, അവിടെ നമ്മുടെ കൂടെയുള്ള ആളുകൾ. അങ്ങനെ വബ്നിസ് സബീൽ, ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ, യാത്ര പുറപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്താതെ അതിനിടയിൽ നമ്മുടെ നാട്ടിൽ തങ്ങേണ്ടി വന്ന വ്യക്തി. വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ, അടിമകൾ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, അല്ലാഹു തആല മുഖ്താലിനെയും ഫഖൂറിനെയും ഇഷ്ടപ്പെടുന്നില്ല. മുഖ്താൽ എന്ന് പറഞ്ഞാൽ അൽ മുതകബ്ബിർ, അഹങ്കാരി. അൽ ഫഖൂർ എന്ന് പറഞ്ഞാൽ അൽ മുഅ്ജബു ബിനഫ്സിഹി അൽ മാദിഹു ലഹ, സ്വന്തം നഫ്സിനെ കുറിച്ച് ഉജ്ബ്, സ്വന്തം നഫ്സിനെ കുറിച്ച് മതിപ്പുള്ളവൻ. അൽ മാദിഹു ലഹ, സ്വന്തം നഫ്സിനെ ആളുകൾക്കിടയിൽ പുകഴ്ത്തുന്നവൻ, സ്വന്തം മഹത്വം എടുത്തു പറയുന്നവൻ. ഇങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഈ ആയത്തിൽ ഉള്ള ഫായിദകൾ, ഒന്നാമത്തേത് വുജൂബു ഇബാദത്തില്ലാഹി വഹ്ദഹു, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് മനസ്സിലാക്കാം. ഒന്നാമത് പറഞ്ഞത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, അല്ലാഹുവിനെ ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ഒരു വസ്തുവിനെയും പങ്കു ചേർക്കരുത്. രണ്ടാമത്തേത് വുജൂബു ബിർരിൽ വാലിദൈൻ വത്വാഅതുഹുമ, മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുകയും അനുസരിക്കുകയും വേണം. മാ ലം യകുൻ ഫി മഅസിയഹ ഔ ഷൈഅൻ യദുറുൽ വലദ്, നേരത്തെ പറഞ്ഞ രണ്ട് നിബന്ധനകളോടെ. മാസിയത്താവരുത്, അവർ പറയുന്ന കാര്യം, അവരിഷ്ടപ്പെടുന്ന കാര്യം മാസിയത്താണ്, താടി വടിക്കുന്നതാണ് ഉമ്മാക്കിഷ്ടം, അത് ചെയ്യാൻ പാടില്ല. കാരണം ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരടിമക്കും അനുസരണമില്ല.
നല്ല രൂപത്തിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുകയില്ല എന്ന് പരമാവധി നല്ല രൂപത്തിൽ അവരെ അറിയിക്കുക. അവിടെയും അവരോട് ധിക്കാരത്തോട് സംസാരിക്കാൻ നമുക്ക് അനുവാദമില്ല. അതുപോലെ തന്നെ ഔഷയൻ യദുറുൽ വലദ്, മകന് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യം, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് ചെയ്യരുത് എന്ന് ഉമ്മയോ ഉപ്പയോ പറയുന്നു. വേറൊരു ജോലി ചെയ്യാൻ അവന് സാധിക്കുകയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഉദ്റുണ്ട്. അടുത്ത ഫായിദ മൂന്നാമത്തേത് മശ്റൂഇയ്യത്തു സിലത്തിൽ അഖാരിബ്, ബന്ധുക്കളോട് ബന്ധം പുലർത്തണം എന്ന കാര്യം, കുടുംബബന്ധം, സിലത്തുർ റഹിം ദിൽ ഖുർബ എന്ന് പറഞ്ഞു. നാലാമത്തേത് വുജൂബുൽ ഇഹ്സാനി ഇലാ മൻ തഊലുഹു മിനൽ ഐതാം, നാം രക്ഷാധികാരം ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള യത്തീമിനെ സംരക്ഷിക്കണം എന്ന് ഈ ആയത്തിൽ പറയുന്നു. എങ്ങനെയാണ് യത്തീമിന്റെ കാര്യം? വബിൽ യതാമ, യത്തീമിനോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹിഫ്ളിഹിം വഹുസ്നി തർബിയതിഹിം വതൻമിയതി മാലിഹിം, അവരെ സംരക്ഷിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുക. വതർബിയതിഹിം, അവർക്ക് തർബിയത്ത് കൊടുക്കുക. ബാധ്യത തീർക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ഒരു ഉപ്പ എന്തൊക്കെ തർബിയത്ത് മക്കൾക്ക് കൊടുക്കുമോ ആ രൂപത്തിൽ തർബിയത്ത് അവർക്ക് കൊടുക്കുക. അതുപോലെ വതൻമിയതു മാലിഹിം, അവർക്ക് പണമുണ്ടെങ്കിൽ, പിതാവ് പണമുള്ള ആളാണെങ്കിലും മക്കൾ യത്തീം തന്നെയാണ്, അങ്ങനെ അവർക്ക് അനന്തരമായി കിട്ടിയിട്ടുള്ള സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് അത് ദുരുപയോഗം ചെയ്യാതെ അത് വളർത്തുക. എന്തെങ്കിലും രൂപത്തിൽ ആ സമ്പത്ത് കച്ചവടം ചെയ്തിട്ടോ മറ്റോ അത് വളർത്തി അവർക്ക് കൊടുക്കുക. ഇതാണ് അവരോടുള്ള ബിർറ്, അവരോടുള്ള ഇഹ്സാൻ. അഞ്ചാമത്തേത് ഇസ്തിഹ്ബാബുൽ ഇഹ്സാൻ ഇലാ അൽ മസാക്കീൻ, മിസ്കീന്മാരോടുള്ള ഇഹ്സാൻ. അത് വിശാലമായൊരു വാക്കാണ്. അബുൽ മസാക്കീൻ എന്ന് പറഞ്ഞാൽ അതിന് പല രൂപങ്ങളുണ്ട്. നമുക്കറിയാം, ഓരോ സന്ദർഭത്തിലും പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടായി വരും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ ആളുകൾ മുമ്പ് ആയിരുന്നില്ലാത്ത ആളുകൾ പെട്ടെന്ന് മിസ്കീന്മാരായി ഈ പ്രളയം ഉണ്ടായതോടുകൂടി. ഇങ്ങനെ ഓരോ സാഹചര്യത്തിലും ഇഹ്സാന്റെ രൂപങ്ങൾ മാറി വരും. അവരെ സഹായിക്കേണ്ടതിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കും. അതെല്ലാം ഉൾക്കൊണ്ടു ഇഹ്സാൻ എന്നുള്ള വാക്കിൽ അവർക്ക് ആവശ്യമായ എല്ലാം ചെയ്തു കൊടുക്കുക. വുജൂബു ഹഖിൽ ജാർ, അയൽവാസിയുടെ ഹക്ക്, അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, രണ്ട് രൂപത്തിലുള്ള അയൽവാസികളെ കുറിച്ച് പറഞ്ഞു. ഏഴാമത്തേത് അൽ ഹസ്തു അലാ മുസാഅദതി കുല്ലി മൻ ലാസമക് യർജു ഫദ്ലക്, നിന്റെ ഫദ്ല് ആഗ്രഹിക്കുന്ന അതിനാവശ്യക്കാരനായ എല്ലാവരോടുമുള്ള ഇഹ്സാൻ. അതുകൊണ്ടാണ് അവസാനം പറഞ്ഞത് വസ്സാഹിബി ബിൽ ജംബ്, നിന്റെ അടുത്തുള്ള ആളെന്ന് പറഞ്ഞാൽ അയൽവാസിയാകാം, യാത്രയിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിച്ചു ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരാൾ, അവന്റെ കൂടെ താമസിക്കുന്നവൻ അസ്സാഹിബ് ബിൽ ജംബ് എന്നതിൽ ഉൾപ്പെടും, അവന്റെ കൂടെയുള്ളവൻ. നമ്മുടെ ഒരു ഉപകാരം, നമ്മെ കൊണ്ടുള്ള ഒരു സഹായം പ്രതീക്ഷിക്കുന്നവരെല്ലാം അതിൽ ഉൾപ്പെടും. അവരോടൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന സഹായവും സഹകരണവും ചെയ്തു കൊടുക്കുക. എത്ര വിശാലമായ ഹക്കുകളാണ്, എത്ര വിശാലമായ ബാധ്യതകളാണ് നമുക്കുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു തആല ഒരാളെയും വിട്ടിട്ടില്ല. ഈ ലോകത്തുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സഹായം അർഹിക്കുന്നവരാണ്. നമുക്ക് അവരോട് ഹക്കുണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ. എട്ടാമത്തേത് വുജൂബ് മുസാഅദത്തിൽ മുൻഖതഇ ബിഹി ഫി സഫർ, യാത്രയിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെ സഹായിക്കുക. ജോലി ചെയ്യാൻ വേണ്ടി മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ നാട്ടിൽ വന്നു, അങ്ങനെ തിരിച്ചു പോകാൻ സാധിക്കാതെ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, അവരെ സഹായിക്കുക. ഒമ്പതാമത്തെ ഫായിദ വുജൂബുൽ ഇഹ്സാൻ ഇലൽ മമാലീക്, അടിമകളോട് ഉള്ള ഇഹ്സാൻ. അടിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തില്ല, എന്നാൽ നമുക്കറിയാം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൊരു കാര്യമാണ് അടിമകളെ സ്വീകരിക്കുക എന്നുള്ളത്. അടിമകൾക്ക് ഹക്കുകളുണ്ട്, അവർക്ക് ബാധ്യതകളും അവകാശങ്ങളുമുണ്ട്. അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക. പത്താമത്തേത് തഹ്രീമുൽ ഖിബ്രി വൽ ഖുയല, അഹങ്കാരവും പൊങ്ങച്ചവും ഈ ആയത്ത് ഹറാമാക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. 11ാമത്തെ ഫായിദ ഇസ്ബാതു സിഫത്തിൽ മഹബ്ബതി ലില്ലാഹ്, അള്ളാഹുവിന് മഹബ്ബ എന്നൊരു സിഫത്തുണ്ട്, സ്നേഹം എന്നുള്ള സിഫത്ത്. കാരണം അള്ളാഹു മുഖ്താലിനെയും ഫഖൂറിനെയും ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ അള്ളാഹു ചിലരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഇവരെ രണ്ടു കൂട്ടരെയും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആലാക്ക് മഹബ്ബത്ത് എന്നുള്ളൊരു സിഫത്തുണ്ട് എന്നും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ആയത്തിൽ ഒരുപാട് ഹക്കുകളെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞു. എന്നിട്ട് അവസാനമാണ് ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ എന്ന് പറഞ്ഞു. അഹങ്കാരം മനസ്സിലുള്ള ആളുകൾ, അതുപോലെ സ്വയം മുഅജ്ജബായിട്ടുള്ള, തന്നെക്കുറിച്ച് മതിപ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അതിനുള്ള കാരണം ഈ ആയത്തിൽ പറഞ്ഞത് ഹക്കുകളാണ്. ഈ ഹക്കുകളൊക്കെ നിറവേറ്റിയാൽ അയാൾ സ്വാഭാവികമായും വളരെ മാന്യനായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള മാന്യത, ഇത്രയും വലിയ സ്വഭാവ ഗുണം അതൊരാൾക്കുണ്ടെങ്കിൽ
അതിൽ ഉജ്ബ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇങ്ങനെ ഇക്കണ്ട ആളുകളോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണല്ലോ, ഇത്രയും ഹക്കുകൾ നിറവേറ്റിയവനാണല്ലോ എന്ന് ഒരു ഉജ്ബ് വരാൻ സാധ്യതയുണ്ട്. അത് വരാനും പാടില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് ഇത് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഇങ്ങനെയുള്ള ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അടുത്ത ആയത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, വഖൗലുഹു തആല, അള്ളാഹുവിന്റെ ഈ വാക്ക്, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ. ഇത്രയുമാണ് മത്നിലുള്ളത്. ആയത്തിന്റെ പൂർണ്ണ രൂപം, വബിൽ വാലിദൈനി ഇഹ്സാന വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വഇയ്യാഹും വലാ തഖ്റബുൽ ഫവാഹിഷ മാ ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. സൂറത്തുൽ അൻആമിലുള്ള 151-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ വസിയത്ത് മനുഷ്യന് പറഞ്ഞു തരികയാണ്. ആയാത്തുൽ വസിയ്യ എന്നറിയപ്പെടുന്ന ആയത്തുകളാണ് ഈ ആയത്തും അതിനുശേഷമുള്ള ആയത്തുകളും. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ വസിയത്തുകൾ, ഉപദേശങ്ങൾ മനുഷ്യന് നൽകുകയാണ്. ഖുൽ തആലൂ, നിങ്ങൾ വരിക, അത്ലു എന്ന് പറഞ്ഞാൽ അഖ്സുസ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, വിവരിച്ചു തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യം. എന്താണ് അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത്? നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്? ഊഹാപോഹങ്ങളല്ല. ഇത് ശരിയാണെന്ന് ആളുകൾ പറയുന്നതൊക്കെ ശരിയാവണമെന്നില്ല. ജനങ്ങൾ ശരിയെന്ന് കരുതുന്നത് ശരിയാകണമെന്നില്ല. മോശമെന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ മോശം ആവണമെന്നില്ല. നമുക്കറിയാം ആളുകളുടെ മാനദണ്ഡങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയ കാര്യം എന്താണ് എന്ന് ഞാൻ വിവരിച്ചു തരാം. ഒന്നാമത്തേത്, അല്ലാ തുശ്രികൂ ബിഹി ശൈആ, അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ലാ തഅബുദൂ മഅഹു ഗൈറഹു, അവന് പുറമെ മറ്റൊരാളെയും ആരാധിക്കരുത്. വലാ തഖ്തുലൂ ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. മിൻ ഇംലാഖ്, ഇംലാഖ് എന്ന് പറഞ്ഞാൽ അൽ ഫഖർ, ദാരിദ്ര്യം. ദാരിദ്ര്യത്തിന്റെ പേരിൽ മക്കളെ കൊല്ലരുത്. അടുത്ത വാക്ക് അൽ ഫവാഹിഷ്, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യം ആണ് അൽ ഫവാഹിഷ്. എന്താണ് ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ? അൽ മആസി, പാപങ്ങൾ. മാ വഹറ മിൻഹ വമാ ബതൻ, അതിൽ ലാഹിറായിട്ടുള്ളതും ബാത്തിനായിട്ടുള്ളതും. മാ വഹറ മിൻഹ, അതിൽ നിന്ന് ലാഹിറായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മാ കാന ബൈനക വ ബൈനൻ നാസ്, നിനക്കും ജനങ്ങൾക്കും ഇടയിലുള്ളത്. ഒരാളെ ഉപദ്രവിച്ചു, ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു, ഒരാളെ അടിച്ചു, പണം അപഹരിച്ചു, ഇതൊക്കെ മാ വഹറ മിൻഹ, ലാഹിറായ മാസിയത്തുകളാണ്. ആളുകൾ അറിയുന്നതും കാണുന്നതുമാണ്. വമാ ബതൻ, പക്ഷേ അത് മാത്രമല്ല, വമാ ബതൻ മാ കാന ബൈനക വ ബൈന അല്ലാഹ്, നിന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ളത്, നിനക്കും അള്ളാഹുവിന് മാത്രം അറിയാവുന്നത്, അതും അള്ളാഹു വിലക്കിയിരിക്കുന്നു. വലാ തഖ്തുലു നഫ്സ് അല്ലതി ഹറമ അല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയ നഫ്സിനെ, ആത്മാവിനെ ഹനിക്കരുത്, കൊല്ലരുത്. എന്താണ് അള്ളാഹു ഹറാമാക്കിയ ആത്മാവ് എന്ന് പറയുന്നത്? ഒന്നാമത്തേത് നഫ്സുൽ മുസ്ലിം, മുസ്ലിമിന്റെ ആത്മാവ്, ഒരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. രണ്ടാമത്തേത് വൽ കാഫിറുൽ മുആഹദ്, കരാർ ഉള്ള കാഫിർ, നമ്മളോട് ഒരു കരാർ ഉണ്ടാക്കിയിട്ടുള്ള കാഫിർ. വദ്ദിമ്മി, മുസ്ലിം രാജ്യത്ത് ജിസിയ കൊടുത്ത് ജീവിക്കുന്ന കാഫിർ, അദ്ദിമ്മി. വൽ മുസ്തഅമൻ, ഒരു കാഫിർ രാജ്യത്ത് നിന്ന് മുസ്ലിം രാജ്യത്തേക്ക് ഒരു അഭയം പ്രതീക്ഷിച്ചുകൊണ്ട്, മുസ്ലിം രാജ്യത്ത് നിന്നുള്ള അഭയം നൽകപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ദൗത്യവുമായി, ഒരു സന്ദേശവുമായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു കാഫിർ. ഈ 4 വിഭാഗമാണ് അന്നഫ്സുൽ മുഹറമ, അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള നഫ്സ്. ഇത് 4നെയും കൊന്നുകൂടാ. ഇല്ലാ ബിൽ ഹഖ്, ഹക്ക് കൊണ്ടല്ലാതെ. അഥവാ ഈ 4 പേർ തന്നെ ന്യായമായ കാരണത്താൽ ചിലപ്പോൾ കൊല്ലപ്പെടും. ഇവർ തന്നെ കൊല്ലപ്പെടേണ്ടതായ ചില സാഹചര്യങ്ങളുണ്ടാകും. അതെപ്പോഴൊക്കെയാണ്? മറ്റൊരു ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട്. അസ്സിന ബഅദ ഇഹ്സാൻ വൽ കുഫ്റു ബഅദൽ ഈമാൻ വന്നഫ്സു ബിൻ നഫ്സ്. ഈ 3 സാഹചര്യങ്ങളിലാണ് കൊല്ലപ്പെടുക. മുസ്ലിം ആണെങ്കിലും കൊല്ലപ്പെടും. സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, ഈ ഉമ്മത്തിന്റെ ഖൈറിനു വേണ്ടി, വലിയ മസ്ലഹത്തിനു വേണ്ടി ചില ആളുകൾ കൊല്ലപ്പെടേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഗുണമുണ്ടാകും. അത് ഏത് നിയമവ്യവസ്ഥയിലാണെങ്കിലും ഉള്ള സംഗതിയാണ് വധശിക്ഷ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ വധശിക്ഷയുള്ളത് ഈ 3 കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി. ഒന്നാമത്തേത് സീനൻ ബഅദ ഇഹ്സാൻ, വിവാഹത്തിന് ശേഷം വ്യഭിചരിക്കുക. ഒരാൾ വിവാഹിതനായി ആ വിവാഹ ബന്ധത്തിലൂടെ ഭാര്യയുമായി ബന്ധപ്പെട്ടു, പിന്നെ അവൻ തൊലാഖ് ചെയ്താലും എന്ത് സംഭവിച്ചാലും അതിനുശേഷം ഉണ്ടാകുന്ന വ്യഭിചാരം,
അത് വധശിക്ഷ അർഹിക്കുന്നതാണ്. രണ്ടാമത്തേത് അൽ കുഫ്റു ബഅദൽ ഈമാൻ, ഈമാനിന് ശേഷം ഒരാൾ മുർത്തദ്ദാവുക, ദീൻ ഉപേക്ഷിച്ച് പുറത്തു പോവുക, അത് വധശിക്ഷ അർഹിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തേത് നഫ്സു ബിൻ നഫ്സ്, കൊലപാതകത്തിനുള്ള ശിക്ഷ, അത് വധശിക്ഷയാണ്. ഈ 3 ഹക്കുകൾ കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ ഇതുമായി മുൽഹക്കായിട്ടുള്ള, ഇതുമായി ബന്ധമുള്ള, ഇതുമായി ചേർത്തിട്ടുള്ള മറ്റു ചില സാഹചര്യങ്ങളുണ്ട്, അതല്ലാതെ ഒരാളെ കൊന്നുകൂടാ. അതൊക്കെ നമുക്കറിയാം, ഭരണാധികാരികളാണ്, ഉലാത്തുൽ അംറാണ് ഇതിന്റെ അവകാശികൾ, അവരാണ് ഈ ഹുദൂദ്, ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്. വലാ തഖ്തുലു നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അതുകൊണ്ടാണ് ഇല്ലാ ബിൽ ഹഖ് എന്ന് പറഞ്ഞു. ഹക്കായ നിലക്ക്, ന്യായമായ നിലക്കായിട്ടല്ലാതെ അള്ളാഹു ഹറാമാക്കിയ നഫ്സിനെ, മനുഷ്യനെ കൊല്ലാൻ പാടില്ല. ദാലികും വസ്സാകും ബിഹി, ഇതാകുന്നു, അഥവാ ഇത്രയും പറഞ്ഞ മുഹറമാത്ത്, ശിർക്ക് മുതൽ തുടങ്ങി കൊലപാതകം വരെ അള്ളാഹു തആല എണ്ണി പറഞ്ഞിട്ടുള്ള ഈ മുഹറമാത്ത്, ഇതാകുന്നു വസ്സാക്കും, നിങ്ങൾക്ക് വസിയത്ത് നൽകിയിട്ടുള്ളത്, ചെയ്യരുത് എന്ന് ഉപദേശിച്ചിട്ടുള്ളത്. വസ്സ എന്ന് പറഞ്ഞാൽ, വസിയത്ത് നൽകി എന്ന് പറഞ്ഞാൽ അൽ അംറുൽ മുഅക്കദ്, ഉറപ്പിച്ച കൽപ്പന, തൗക്കീദ്, ഉറപ്പിച്ചുകൊണ്ട് ഗൗരവത്തോടെ കൽപ്പിക്കുന്ന കാര്യത്തിനാണ് വസിയത്ത് എന്ന് പറയുക. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും വേണ്ടിയാകുന്നു ഇത് കൽപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തിൽ അല്ലാഹു തആല വിലക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ നമുക്കറിയാം അതിന്റെ ഗൗരവം. ഇത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ, സ്വന്തം മക്കളെ കൊല്ലുക, അതുപോലെ തന്നെ മറ്റൊരു മനുഷ്യനെ അന്യായമായി കൊലപ്പെടുത്തുക, അതുപോലെ ഫവാഹിഷ്, വളരെ മ്ലേച്ഛമായ പാപങ്ങൾ, ഈ വക ഹറാമുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിനു മുമ്പായി അല്ലാഹു തആല പറഞ്ഞതെന്താണ്? അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. ഇത് ശിർക്കിന്റെ ഗൗരവമാണ് കാണിക്കുന്നത്. കൊലപാതകത്തെക്കാളും ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റെല്ലാ പാപങ്ങളെക്കാളും ഗൗരവമുള്ളതാണ് ശിർക്ക് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഇത് ദഹിക്കുകയില്ല. എന്തുകൊണ്ടാണ് ശിർക്ക് ഇത്ര വലിയ പാപമായത്? എന്തുകൊണ്ടാണ് അല്ലാഹു തആല വളരെ മാന്യന്മാരായി ജീവിച്ച, പരോപകാരികളായി ജീവിച്ച ആളുകളെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നത്? ശിർക്കിനെ ഇത്രയും ഗൗരവമായി, ഒരിക്കലും പൊറുക്കാത്ത പാപം എന്ന് അല്ലാഹു തആല പറഞ്ഞത് എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഇത് യുക്തിക്ക് തീർത്തും നിരക്കുന്ന ഒരു കാര്യമാണ്, ശിർക്ക് ഇത്രയും ഗൗരവമുള്ള പാപമായി എന്നുള്ളത്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ശല്യമുള്ള ഒരു ചെടി, അത് പറിച്ചു കളയുന്നത് ഒരു കുറ്റമായി കാണാറില്ല നമ്മളാരും. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു മുള്ളുള്ള ചെടിയുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആ മുള്ള് പറ്റാതിരിക്കാൻ, പോറലേൽക്കാതിരിക്കാൻ വേണ്ടി ആ ചെടി പറിച്ചു കളയും. അതിലാരും ഒരു കുറ്റം കാണാറില്ല. ഈ ചെടിക്കും ജീവനുണ്ട്, നമുക്കറിയാം. എന്തുകൊണ്ട് ആ ജീവൻ അപഹരിക്കുന്നത് നമ്മൾ കുറ്റമായി കാണുന്നില്ല? നേരെ മറിച്ച് ഒരാൾ കൊന്നത്, ഒരാൾ അപഹരിച്ചത് ഒരു മനുഷ്യജീവനാണ്. വീടിന്റെ മുറ്റത്ത് വന്ന് ഒരാൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, അവനെ കൊന്നുകളഞ്ഞു. ആളുകൾ എന്തു പറയും? അത് വലിയൊരു തെറ്റായിട്ടാണ് കാണുക. ഈ ചെടി പറിച്ചതും ആളെ കൊന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? എന്തുകൊണ്ട് ഇത് ഇത്ര ഗൗരവമായി കാണുന്നു? കാരണം ഈ ചെടിക്കുള്ള മൂല്യമല്ല മനുഷ്യനുള്ളത്. അത് ന്യായമാണ്, ആ ചെടിയേക്കാൾ മൂല്യമുള്ളതാണ് മനുഷ്യൻ. ജീവൻ രണ്ടിനുമുണ്ട്. അതുപോലെ ഒരു നായയെ കൊണ്ട് ശല്യമുണ്ടെങ്കിൽ ആ നായയെ അടിച്ചു കൊല്ലും. ഈ നായക്ക് ജീവനുണ്ട്, ചിലപ്പോൾ മക്കളുണ്ടാകും. ആ നായയെ കൊന്നാൽ ബാക്കിയുള്ള നായകൾ അവിടെ വന്ന് കരയുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അതിനെ കൊന്നുകളഞ്ഞു? ആ നായക്കുള്ള ഒരു മൂല്യമുണ്ട്, അതിനേക്കാൾ എത്രയോ വലുതാണ് മനുഷ്യന്റെ മൂല്യം. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുക എന്നുള്ളത് ഒരാളും അംഗീകരിക്കാത്തത്. വലിയൊരു കുറ്റമായിട്ടാണ് അതെല്ലാവരും കാണുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സ്ഥാനം അത് മനുഷ്യനോട് താരതമ്യം ചെയ്യാൻ തന്നെ പറ്റാത്തതാണ്. അതുകൊണ്ട് അവനുമായുള്ള ഹക്കിൽ വരുന്ന വീഴ്ച അത് മറ്റുള്ളവരുടെ ഹക്കിൽ വരുന്ന വീഴ്ച പോലെയല്ല. ഒരു ചെടിയോടുള്ള ഹക്ക് അതല്ല ഒരു നായയോടുള്ളത്, ആ നായയോടുള്ള ഹക്കല്ല മനുഷ്യനോടുള്ളത്. ഇങ്ങനെ ഓരോരുത്തരുടെയും സ്ഥാനവ്യത്യാസത്തിനനുസരിച്ച് അവരോടുള്ള ബാധ്യതയിൽ വ്യത്യാസം വരും എന്നുള്ളത് മനുഷ്യർ അംഗീകരിക്കുന്ന ഒരു തത്വമാണ്, പ്രായോഗികമായി നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ സൃഷ്ടിച്ചവനായ റബ്ബിനോടുള്ള ഹക്ക് അത്ര വലുതായിരിക്കും. അതുകൊണ്ടാണ് ശിർക്ക് എന്നുള്ളത് ഒരിക്കലും പൊറുക്കാത്ത പാപമായത്. അള്ളാഹുവിനോടുള്ള നന്ദികേട് അത് മറ്റൊന്നിനോടുമുള്ള നന്ദികേടിനേക്കാൾ വലിയ ഗൗരവമായ പാപമായത് അള്ളാഹുവിന്റെ ഈ സ്ഥാനം കൊണ്ടാണ്. ഈ ശിർക്കിന്റെ ഗൗരവം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റെല്ലാ പാപങ്ങളെക്കാളും ഒന്നാമതായി അള്ളാഹു തആല പറഞ്ഞത് ശിർക്കിനെ കുറിച്ചാണ്. അതുപോലെ ഈ ആയത്തിൽ പറഞ്ഞ മറ്റു മുഹറമാത്ത്, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഫായിദകളുണ്ട്. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നതും അള്ളാഹുവിന്റെ ഈ കൽപ്പന പാഴാക്കിയതുകൊണ്ട് സമൂഹത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടിട്ടുള്ളതുമാണ്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയ നീണ്ടുപോകും. ഏതായാലും അടുത്ത
ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല കൊടുത്തിട്ടുള്ള അടുത്ത നസ്, അടുത്ത ദലീൽ നമുക്ക് വായിക്കാം. അദ്ദേഹം പറയുന്നു, അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, കുന്തു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹിമാർ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി എന്റെ ഭയത്തുണ്ടോ അത് ഈ ഷറഹില്ല. ഇൻഷാ അല്ലാഹ് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഞാൻ അടുത്ത ഷറഹിൽ അതില്ല, ചിലപ്പോ കോപ്പിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. عن معاذ بن جبل رضي الله عنه قال كنت رديف النبي صلى الله عليه وسلم على حمار فقال لي يا معاذ أتدري ما حق الله على العباد وما حق العباد على الله قلت الله ورسوله أعلم قال حق الله على العباد أن يعبدوه ولا يشركوا به شيئا وحق العباد على الله أن لا يعذب من لا يشرك به شيئا قلت يا رسول الله أفلا أبشر الناس قال لا تبشرهم فيتكلوا متفق عليه. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള സ്വഹീഹായ ഹദീസാണ്. ഈ ഹദീസിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം അറിയപ്പെട്ട സഹാബിയാണ്, അൻസാരിയാണ്, സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആലിമാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 18 പ്ലേഗ് രോഗം ബാധിച്ച് ആണ് അദ്ദേഹം മരണപ്പെടുന്നത് റളിയല്ലാഹു അൻഹു അർദാഹ്. അദ്ദേഹം പറയുന്നു, കുന്തു റദീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റദീഫ് എന്ന് പറഞ്ഞാൽ അർറാകിബു ഫിൽ ഖൽഫ്, അർറാകിബു ബിൽ ഖൽഫ്, വാഹനപ്പുറത്ത് പിറകിൽ കയറിയവനാണ് റദീഫ് എന്ന് പറയുന്നത്. ഈ ഹദീസിലുള്ള മുഫ്രദാത്ത്, ഇതിലുള്ള ചില വാക്കുകളുടെ അർത്ഥം ഞാൻ പറയാം. ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമകൾക്ക് മേൽ അള്ളാഹുവിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഹഖ്ഖു ഈജാബ്, നിർബന്ധമായിട്ടുള്ള ഹക്ക്, അഥവാ മനുഷ്യന്റെ മേൽ നിർബന്ധമായ ബാധ്യത എന്നാണ് അർത്ഥം. മുആദ് ബിൻ ജബലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമകൾ അള്ളാഹുവിന് നിർബന്ധമായും കൊടുക്കേണ്ട ബാധ്യത, ഹക്ക് എന്താണെന്ന് നിനക്കറിയാമോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള അവകാശം അതെന്താണ് എന്ന് നിനക്കറിയാമോ? ഖുൽതു അല്ലാഹു റസൂലുഹു അലം, അദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞു അള്ളാഹുവിനും റസൂലിനുമാണ് കൂടുതൽ അറിയുക. ഖാല, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി, അടിമകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ, അവനെ മാത്രം ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. വഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള അവകാശം എന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഖുൽതു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറുൻ നാസ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ശിർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ യാതൊരു ശിക്ഷയുമില്ല, നരകമില്ല. ഇത് ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെ. ഖാല, അവിടുന്ന് പറഞ്ഞു, ലാ തുബശ്ശിർഹും, നീ അവരെ അറിയിക്കേണ്ടതില്ല, അറിയിക്കരുത്. കാരണം എന്താണ്? ഫയത്തക്കിലു, അറിയിച്ചാൽ അവരിതിൽ ആശ്രയിച്ച് അമലുകൾ ഒഴിവാക്കും. ഇത്തിക്കാൽ എന്ന് പറഞ്ഞാൽ ഇഅ്തിമാദ്, അവലംബം. അവരെന്ത് ചെയ്യും? ഈ ഹദീസ് അവലംബമാക്കി ഈ പറഞ്ഞ ബിശാറത്ത്, ഈ സന്തോഷ വാർത്ത, അതിനെ ആശ്രയിച്ച് അമലുകൾ ഒഴിവാക്കും. അതുകൊണ്ട് പറയേണ്ടതില്ല എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ ഒരു റിവായത്തിൽ കാണാം, അവസാന കാലത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം കുറ്റം ഒഴിവാക്കാൻ വേണ്ടി, ഇൽമു മറച്ചുവെച്ചു എന്നുള്ള കുറ്റം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് പറഞ്ഞു കൊടുത്തത് എന്ന് ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഫായിദകൾ, ഒന്നാമത്തേത് ജവാസുൽ ഇർദാഫി അലദ്ദാബ്ബ, ഒരു വാഹനപ്പുറത്ത് പിറകിൽ ആളെ കയറ്റാം എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അതിപ്പോ എത്ര അത്ഭുതം, എന്താണ് അത് പറയാൻ, എന്താണ് ഇത്ര എന്ന് നമുക്ക് തോന്നും. പക്ഷെ അന്നത്തെ കാലത്ത് വാഹനം മൃഗമാണ്. ഈ മൃഗത്തിന് രണ്ടാളെ വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവാം, ഉണ്ടാതിരിക്കാം. അപ്പോ അത് പുറകെ ഒരാളെ കയറ്റുന്നതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം. ഇദാലം യശുക്ക അലൈഹ, ഈ മൃഗത്തിന് പ്രയാസമില്ലെങ്കിൽ. കാരണം പ്രയാസപ്പെടുത്താൻ പാടില്ല. ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈ, എല്ലാവരോടും ഇഹ്സാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളതാണ്, മൃഗങ്ങളോടും എല്ലാവരോടും. രണ്ടാമത്തേത് തവാദുഉ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാദു, വിനയം ഈ ഹദീസിൽ മനസ്സിലാക്കാം. കാരണം ഒരു കഴുതപ്പുറത്താണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. കഴുത എന്ന് പറഞ്ഞാൽ യാത്രക്ക് ഉപയോഗിക്കുന്ന അന്നത്തെ ഏറ്റവും താഴ്ന്ന ജീവിയാണ് കഴുത. ഒട്ടകമാണ് ഏറ്റവും വലുത്, അതിനുശേഷം കുതിരയുണ്ട്, അതും കഴിഞ്ഞിട്ട് കോവർ കഴുതയുണ്ട്. അതിന്റെയൊക്കെ താഴെ ഏറ്റവും മോശപ്പെട്ട, മോശം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന, ഏറ്റവും നിലവാരം കുറഞ്ഞ ജീവിയാണ് കഴുത. അപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും വില കുറഞ്ഞ വാഹനം എന്താണ്? സൈക്കിള്.
ആയിരിക്കും. ആ സ്ഥാനത്താണ് ഒരു കഴുതയുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഭരണാധികാരിയായിരുന്നു, റസൂലാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടാൽ എന്തും കൊടുക്കാൻ ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ഖുദ്വത്ത്, നമ്മുടെ മാതൃക അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അദ്ദേഹം ചോദിച്ചാൽ കൊടുക്കാൻ ആളുണ്ട്. അദ്ദേഹം ചോദിക്കാത്തത് കൊണ്ടാണ്, അതുപോലെ തന്റെ ആവശ്യം ആളുകൾ അറിയിക്കുക പോലും ചെയ്യാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹിമാറിന്റെ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തിരുന്നു. മൂന്നാമത്തേത് അന്ന ഇർഖൽ ഹിമാരി താഹിർ, കഴുതയുടെ വിയർപ്പ് താഹിറാണ്, നജസല്ല എന്നീ ഹദീസിൽ മനസ്സിലാക്കാം. കഴുത എന്ന് പറയുന്നത് നാടൻ കഴുത, അതായത് യാത്രക്കൊക്കെ ഉപയോഗിക്കുന്ന നാടൻ കഴുത, അത് ഹറാമാണ്. അതിന്റെ ഇറച്ചി കഴിക്കാൻ പാടില്ല അല്ലേ? നാടനാണ്, അഹരിയാണ്, വഹ്ശിയാണ്? നാടൻ കഴുതയാണ് ഹറാമായിട്ടുള്ളത്. അപ്പൊ അത് വാഹനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ വിയർപ്പ് നജസാണ് എന്നില്ല എന്ന് ഹദീസിൽ മനസ്സിലാക്കാം. കാരണം യാത്ര ചെയ്യുമ്പോൾ എന്തായാലും വിയർപ്പ് പറ്റാതിരിക്കുകയില്ല. നാലാമത്തേത് ഫദ്ലു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിന്റെ ഫദ്ല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അത്രയും അടുത്ത് സഹവസിക്കാറുണ്ടായിരുന്നു, കൂടെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. അത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അഞ്ചാമത്തേത് അൽ ഉസ്ലൂബുൽ ഇസ്തിജ്വാബി ഫി തഅലീം. ഒരാളെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതിന് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ് ചോദിച്ച് അയാളെ കൊണ്ട് ഇങ്ങോട്ട് സംസാരിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളത്. അത് ഒരു അധ്യാപകന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ ദീൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക് പഠിപ്പിക്കാനുള്ള മെത്തേഡുകൾ, നല്ല മാർഗങ്ങൾ മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഏറ്റവും നല്ല അധ്യാപകൻ. അന ലക്കും ബിമൻസിലത്തിൽ വാലിദി ഉഅല്ലിമുക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പയുടെ സ്ഥാനത്താണ്. ഉഅല്ലിമുക്കും, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ അധ്യാപന രീതി അത് ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം വളരെ മനോഹരമായ ശൈലികൾ ഉപയോഗിച്ചാണ് സഹാബത്തിന് ദീൻ പഠിപ്പിച്ചിരുന്നത്. ഈ ലോകത്ത് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഏറ്റവും നല്ല അധ്യാപകനും ഏറ്റവും നല്ല വിദ്യാർത്ഥികളും റസൂലും സഹാബത്തുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രം, സുന്നത്ത് ശരിക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ആളുകളെ പഠിപ്പിക്കേണ്ടതെന്ന്. ഏറ്റവും മോശപ്പെട്ട ഒരു കൗമിനെ ലോക ചരിത്രത്തെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ച അധ്യാപകനാണ് അദ്ദേഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശൈലിയാണ് അൽ ഉസ്ലൂബുൽ ഇസ്തിജ്വാബി, അവരെ കൊണ്ട് പ്രതികരിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്ന് അവരോട് അങ്ങോട്ട് ചോദിച്ച് തിരിച്ച് മറുപടി പറയിപ്പിച്ച് അത് തിരുത്തുക. നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബൈ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅ്ളം, നിനക്ക് പഠിച്ചിട്ടുള്ള ഖുർആനിൽ ഏറ്റവും അഫ്ദലായ ആയത്ത് ഏതാണ്? അദ്ദേഹം അല്ലാഹു വറസൂലുഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഉബൈ റളിയല്ലാഹു അൻഹു തന്നെ ഉത്തരം പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയഹിനകൽ ഇൽം യാ അബൽ മുൻദിർ, അബുൽ മുൻദിർ താങ്കൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഇൽമിൽ സന്തോഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ചു. അപ്പൊ ഇദ്ദേഹം ഒരിക്കലും ഈ ഉത്തരം മറക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലും കാണിച്ചു. മുആദ് ബിൻ ജബലിനോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പഠിപ്പിച്ചു കൊടുത്തത്. അതുപോലെ ഈ ഹദീസിൽ മനസ്സിലാക്കാം തഹ്രീമുൽ ഖൗലി ഫീമാ ലാ യഅലമുഹു ശഖ്സ്, അറിയാത്ത കാര്യത്തിലുള്ള ഖൗൽ എന്ന് പറഞ്ഞാൽ മുഴുകൽ, ഒരു കാര്യത്തിൽ ഇടപെട്ട് അതിൽ വ്യാപൃതനാവൽ, അതാണ് ഖൗൽ എന്ന് പറയുന്നത്. അറിയാത്ത കാര്യത്തിൽ സംസാരിക്കുന്നത് അത് മോശമാണെന്ന് ഈ ഹദീസ് മനസ്സിലാക്കാം. മുആദ് ബിൻ ജബലിന് പല കാര്യങ്ങളും പറയാം. അദ്ദേഹം ഒരു ആലിമാണ്. അള്ളാഹുവിന്റെ ഹക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമസ്കാരം, നോമ്പ്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ ഹക്കാണെന്ന് നമുക്ക് പറയാം. അതൊക്കെ അറിയുന്ന ആളുമാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിന്റെ ഉലമാക്കളുടെ നേതാവാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തരം പറയാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അല്ലാഹു വറസൂലുഹു അലം, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞു. അറിയാത്ത കാര്യം സംസാരിക്കുന്നതുകൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്. അത് വലിയൊരു പാപമാണ്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യം അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ സംസാരിക്കരുത്. അത് അള്ളാഹു വിലക്കിയിട്ടുള്ള വലിയ ഒരു മുഹറമാണ്, വലിയൊരു വൻപാപത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അറിയാത്ത കാര്യം അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക. അത് നമ്മൾ പറയും, പിന്നീട് എന്ത് ചെയ്യും? തർക്കങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് തർക്കമുണ്ടാകുന്നത്. വ്യക്തമായ ബസീറത്തില്ലാതെ, അറിവില്ലാതെ ആളുകളോട് സംസാരിക്കും, അത് പിന്നെ തർക്കങ്ങളിലേക്ക് പോകും. ആ തർക്കം കൊണ്ട് നമ്മുടെ സ്വഭാവം മോശമാകും, മോശമായ വാക്കുകൾ പറയും. ഇതിന്റെയൊക്കെ തുടക്കമാണ് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, നമ്മെ ബാധിക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. നമ്മെ ബാധിക്കാത്ത ഒരു കാര്യമാണ് നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ ഫത്വ കൊടുക്കുക എന്നുള്ളത്. അതിന്റെ ഗൗരവം ഈ ഹദീസിൽ മനസ്സിലാക്കാം. മുആദ് ബിൻ ജബൽ അപ്പോ അറിയാത്ത കാര്യം സംസാരിക്കാതിരിക്കുക എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. മുആദ് ബിൻ ജബലിന്റെ പ്രതികരണത്തിൽ നിന്ന് അത് മനസ്സിലാക്കാം.
ഏഴാമത്തെ ഫായിദ അവ്വലു ഹഖ്ഖില്ലാഹി അലൽ മുകല്ലഫീൻ ഇഫ്റാദുഹു ബിൽ ഇബാദ. അള്ളാഹുവിന്റെ ഒന്നാമത്തെ ഹക്ക്, അള്ളാഹുവിനോടുള്ള നമ്മുടെ ഒന്നാമത്തെ ബാധ്യത ഇബാദത്ത് അവന് മാത്രം നൽകുക എന്നതാണ്. അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചവനാണ്, അവനാണ് നമ്മുടെ റബ്ബ്. ഇതിനുള്ള നന്ദിയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അവന്റെ റുബൂബിയത്തിന്റെ ഫലമാണ് തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്തൊരു റബ്ബ് നമുക്കില്ല എന്നത് എത്രമാത്രം സത്യമാണോ അത്രമാത്രം സത്യമാണ് അവനല്ലാതെ മറ്റൊരാൾക്കും ഒരു വകുപ്പിൽപ്പെട്ട ഇബാദത്തും കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ഇതാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ ഹക്ക്. അടുത്ത ഒരു ഫായിദ, എട്ടാമത്തേത്, മൻ മാത അല തൗഹീദ് അമിന മിനൽ അദാബ് ഇദാ ലം യർതകിബ് കബായിറ തുഅർരിദുഹു ലിദുഖൂലിൻ നാർ. ആരാണോ തൗഹീദിലായി മരണപ്പെട്ടിരിക്കുന്നത് അവൻ വലിയ ഖൈറിലാണ്. തൗഹീദിലായി ഒരാൾ മരണപ്പെട്ടു, ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടു, അവന് ശിക്ഷയുണ്ടാവുകയില്ല. ഖബറിലോ നാളെ പരലോകത്തോ ശിക്ഷയുണ്ടാവുകയില്ല. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഇദാ ലം യർതകിബ് കബായിറ തുഅർരിദുഹു ലിദുഖൂലിൻ നാർ. കബീറത്തുകളിൽ നിന്ന് മുക്തനായിരിക്കണം, വൻപാപങ്ങളിൽ നിന്ന് മുക്തനായിരിക്കണം. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞല്ലോ തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗത്തിലായിരിക്കും, അവൻ ശിക്ഷയുണ്ടാവുകയില്ല, അവനെ ശിക്ഷിക്കാതിരിക്കൽ അവന്റെ അവകാശമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ എന്തുകൊണ്ട് വൻപാപം ചെയ്താൽ അവൻ നരകത്തിൽ പോകുന്നു? അതിനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. വൻപാപങ്ങളില്ലാതെ ഒരാൾ തൗഹീദിലായിക്കൊണ്ട് മരണപ്പെട്ടാൽ അവന് സ്വർഗം ഉറപ്പിക്കാം, നരകത്തിൽ നിന്ന് രക്ഷ ഉറപ്പിക്കാം. വൻപാപങ്ങൾ ഉണ്ടെങ്കിലോ അവൻ രക്ഷപ്പെടാനും സാധ്യതയുണ്ട്, ശിക്ഷിക്കപ്പെടാനും സാധ്യതയുണ്ട്. മുൻഗാമികളായ ചില പണ്ഡിതന്മാരുടെ വാക്ക് കാണാൻ സാധിക്കും. അവരുടെ കൂട്ടത്തിൽ മറ്റൊരാളുടെ, ഈ ആലിമിന്റെ ഒരു സുഹൃത്ത്, അവന്റെ ഒരു മകൻ വളരെ മോശമായി ജീവിച്ച ആളായിരുന്നു, തെമ്മാടിയായി ജീവിച്ചു, അങ്ങനെ മരിച്ചുപോയി. ഈ മരണ വാർത്ത അറിഞ്ഞപ്പോൾ വിഷമത്തോടെ ഈ സുഹൃത്ത് ഇദ്ദേഹത്തോട് വിവരം പറഞ്ഞു, ഇങ്ങനെ മോൻ മരിച്ചിട്ടുണ്ട്. മരിച്ചതിലല്ല വിഷമം, മറിച്ച് അവന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഇബാദത്തുകളിൽ പിന്നിലായിരുന്നു, കുറെ തെറ്റുകളുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കേണ്ടതില്ല, നിന്റെ മകന്റെ മുമ്പിൽ 3 സഹായങ്ങൾ അവൻ കിട്ടാനുണ്ട്. 3 കാര്യങ്ങൾ ഓർത്ത് നിനക്ക് സമാധാനിക്കാം. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ മുഅ്മിനാണ്, മുവഹിദാണ്. ഈ കലിമത്ത് തൗഹീദ് അവന്റെ സഹായത്തിനെത്താൻ സാധ്യതയുണ്ട്. അഥവാ വൻപാപങ്ങൾ ചെയ്തവനാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ഫضل കൊണ്ട്, അവന്റെ ഇസ്ലാമിന്റെ ഫضل കൊണ്ട് അവന് പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ശഫാഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ പെട്ടു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അവിടുത്തെ ശഫാഅത്ത് വൻപാപികൾക്ക് വേണ്ടി അദ്ദേഹം എടുത്തു വെച്ചിരിക്കുകയാണ്. ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട വൻപാപങ്ങൾ ചെയ്തിട്ടുള്ള പാപികൾക്കാണ് എന്റെ ശഫാഅത്ത്. മൂന്നാമത്തേത് വറഹ്മത്തു അർഹമിർ റഹീമീൻ, അർഹമുർ റഹീമീനായ അല്ലാഹുവിന്റെ റഹ്മത്ത്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിരാശനാകേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ വൻപാപങ്ങളില്ലാതെ തൗഹീദിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം, നരകം അവനെ സ്പർശിക്കുകയില്ല, സ്വർഗത്തിൽ അവൻ പ്രവേശിക്കും. ഇതിന്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകളിൽ വരും. 9ാമത്തെ ഫായിദ, അൽ ജംഉ ബൈന ഹാദൽ ഹദീസ് ബൈന ഹദീസി മൻ സുഇല അൻ ഇൽമിൻ ഫകതമഹ്. ഈ ഹദീസും മറ്റൊരു ഹദീസും തമ്മിൽ ഒരു വൈരുദ്ധ്യം ബാഹ്യമായി തോന്നാൻ സാധ്യതയുണ്ട്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനോട് പറഞ്ഞതെന്താണ്? ഈ പറഞ്ഞ കാര്യം, അഥവാ ശിർക്ക് ചെയ്യാതിരുന്നാൽ നേരെ സ്വർഗത്തിൽ പോകുമെന്നുള്ള കാര്യം ആരോടും പറയരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് മറ്റുള്ളവരെ അറിയിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അറിയിക്കണ്ട എന്നാണ് പറഞ്ഞത്. എന്നാൽ മറ്റൊരു ഹദീസിൽ മൻ സുഇല അൻ ഇൽമിൻ ഫകതമഹു, ആരാണോ ഒരു ഇൽമിനെ കുറിച്ച് ചോദിക്കപ്പെട്ടത് എന്നിട്ട് അത് മറച്ചുവെച്ചത്, ഉൽജിമ ബിലിജാമിൻ മിൻ നാർ, ഉൽജിമ ബിലിജാമിൻ യൗമൽ ഖിയാമത്തി മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള ഒരു കയറുകൊണ്ട് അവൻ ബന്ധിക്കപ്പെടും, ഒരു മൂക്ക് കയർ അവൻ ഇട്ടുകൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യം തോന്നും ബാഹ്യമായി. ഒരു ഇൽമിനെ കുറിച്ച് ചോദിച്ചാൽ അത് മറച്ചു വെക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹുവിന്റെ ശാപത്തിനുള്ള കാരണമാണ് ഇൽമ മറച്ചുവെക്കൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്ത് ഖുർആനിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഹദീസ് പറഞ്ഞു കൊടുക്കുമായിരുന്നില്ല, തഹദീസ് ഹദീസ് പഠിപ്പിക്കൽ ഞാൻ ചെയ്യുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ അമാനത്താണ്. അതിൽ അബദ്ധം വന്നാൽ വലിയ കുറ്റമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് അല്ലാഹുവിന്റെ കിതാബിൽ ഇല്ലായിരുന്നെങ്കിൽ, ഇൽമ മറച്ചു വെക്കുന്നതിനെ കുറിച്ചുള്ള ആയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ മിണ്ടുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും
ഈ നമ്മൾ പഠിക്കുന്ന ഹദീസ് തമ്മിലൊരു വൈരുദ്ധ്യമില്ലേ? അത് തമ്മിലുള്ള അതെങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുക? അതിലുള്ള ഉത്തരം ഇതാണ്. അടിസ്ഥാനപരമായ നിയമം എൽമ് മറച്ചുവെക്കാൻ പാടില്ല എന്നതാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽന എന്ന് പറഞ്ഞ ആയത്തിലും അതുപോലെ മൻ സുഇല അൻ ഇൽമിൻ ഫകതമഹു എന്ന ഹദീസിലും ഒക്കെ പറഞ്ഞ പോലെ ഇൽമ് മറച്ചുവെക്കാൻ പാടില്ല, അത് പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം എന്നത് തന്നെയാണ് അസ്ല്, അതാണ് നിയമം. അതിൽ നിന്നുള്ള ഒരു എക്സെപ്ഷൻ, ഒരു ഇസ്തിസ്ന ആണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതിന്റെ മഫ്സദത്ത്, അപകടം കൂടുതലാണെങ്കിൽ, അതുകൊണ്ടുള്ള ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാവുകയെങ്കിൽ അതവിടെ പറയേണ്ടതില്ല എന്നത്, അത് മറച്ചുവെക്കാം എന്നുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്താണ്? സ്വഹാബത്ത് അമലിൽ മത്സരിക്കണം, അവർ സാലിഹായ അമലുകളിൽ മത്സരിച്ച് അവരുടെ ദറജ ഉയരണം പരലോകത്ത്. ഈ ഹദീസ് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവർ കൂടുതൽ സൽക്കർമ്മങ്ങളിൽ മുഴുകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. ഇത്രയുമാണ് ഈ ഹദീസിന്റെ ശർഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, ഈ കിതാബ് തൗഹീദ് എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കിതാബാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തൗഹീദിന്റെ വെളിച്ചം ഈ കിതാബ് കൊണ്ട് പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കിതാബ് പഠിക്കുക എന്നുള്ള ലക്ഷ്യം അതായിരിക്കണം. ഇതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇതിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ശിർക്ക് പല രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുകയല്ല ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ആളുകൾ തൗഹീദ് സ്വീകരിക്കുകയും ഇസ്ലാം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്, അതേ വേഗത്തിൽ തന്നെ ശിർക്ക് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ജാറങ്ങൾ, അതുപോലെ ശിർക്കിന്റെ പുതിയ രൂപങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ കണ്ടു. നമുക്കറിയാം ഈ മുശ്രിക്കുകളുടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ പോയി തലയിൽ തട്ടമിട്ട ഒരു സ്ത്രീ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊപ്പിയും താടിയും വെച്ച ഒരാൾ ലഡു വിതരണം ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ഉമ്മത്തിലുണ്ട്. ഒരു പക്ഷേ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പരസ്യമായി വ്യഭിചരിക്കുകയോ കള്ളു കുടിച്ച് റോഡിൽ കിടക്കുകയോ ചെയ്താൽ നമുക്ക് വിഷമമുണ്ടാകും. അതിനേക്കാൾ എത്രയോ ഗുരുതരമായ പാപമാണ് ഈ ശിർക്കും അതുമായി സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഒരാൾ ഒരു പ്രവൃത്തിയിൽ തൃപ്തിപ്പെട്ടാൽ ആ പ്രവൃത്തി ചെയ്തതുപോലെ തന്നെയാണ്. അവരെ മധുരം കൊടുക്കാൻ ആരും വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുവന്നായിരിക്കാൻ സാധ്യതയില്ല. ഒരു പ്രവൃത്തിയോടുള്ള റിള, അതിനോടുള്ള തൃപ്തി അതിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെയാണ്. അവിടെ കൂടിയ ആളുകൾ എന്താണ് ആഘോഷിക്കുന്നത്? റബ്ബ് എന്നവർ വിശ്വസിക്കുന്ന ഒരുത്തന്റെ ജന്മദിനമാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യലിദ് വലം യൂലദ്. ജനിക്കുക എന്നുള്ളത് മഖ്ലൂഖുകളുടെ സിഫത്താണ്. ജനിക്കുക എന്നുള്ളത് മനുഷ്യന്റെ അതുപോലെ മറ്റ് മഖ്ലൂഖുകളുടെ സിഫത്താണ്. എന്താണ് ആ ജനനം എന്ന് പറയുന്ന പ്രവൃത്തി? നമുക്കറിയാവുന്നതാണ്. ഒരുപാട് നജസുകളുടെ ഇടയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ പുറത്തേക്ക് വന്നവനാണ് തങ്ങളുടെ റബ്ബ്, ഇലാഹ് എന്നാണ് ഈ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. തആല അല്ലാഹു അമ്മാ യഖൂലൂന ഉലുവൻ കബീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തൊട്ട് എത്രയോ പരിശുദ്ധനാണ്. ഈ ആഘോഷത്തിലാണ് ഒരാൾ പങ്കെടുത്ത് മധുരം വിതരണം ചെയ്യുന്നത്. ഇത് തൗഹീദ് എന്താണെന്ന് ആളുകൾക്ക് അറിയാത്തതുകൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള തൗഹീദിന്റെ കാര്യങ്ങൾ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ നമ്മുടെ ബാധ്യതയാണ് ഇതറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതിന് ഒരു വലിയ ആലിമാകണമെന്നില്ല. ഓരോരുത്തർക്കും അവനവന്റേതായ ദറജയിൽ അവനവന്റേതായ സ്ഥാനം മറക്കാതെ ദഅവത്ത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അയൽവാസിയായ ഒരാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സുഹൃത്ത്, കൂട്ടുകാരനായിട്ടുള്ള ഒരാൾക്ക്, മുസ്ലിമോ കാഫിറോ ആയ ഒരാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ പരിധിയിൽപ്പെട്ട കാര്യം നമ്മൾ ചെയ്യുക. അതുപോലെ തൗഹീദ് വിശദീകരിക്കുന്ന ക്ലാസുകൾ നമുക്ക് കിട്ടാനുണ്ട്, പ്രഭാഷണങ്ങൾ കിട്ടാനുണ്ട്. അതിലേക്ക് ക്ഷണിക്കുക, അതൊക്കെ വിതരണം ചെയ്യുക. തൗഹീദ് വിശദീകരിക്കുന്ന കിതാബുകൾ വിതരണം ചെയ്യുക. ഇങ്ങനെ ആളുകളെ ഈ വലിയ അപകടത്തിൽ നിന്ന്, ശിർക്ക് എന്ന് പറയുന്ന വലിയ അപകടത്തിൽ നമ്മൾ രക്ഷിക്കുക. അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. അതിനേക്കാൾ വലിയ ഒരു കാരുണ്യവും വേറെയില്ല. കാരണം മറ്റെന്ത് ദുരന്തം സംഭവിച്ചാലും ആളുകൾക്ക് നഷ്ടപ്പെടുന്നത് കുറച്ച് സമ്പത്തോ അല്ലെങ്കിൽ ഏറിപ്പോയാൽ ജീവനാണ്. ജീവൻ നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ഈ പ്രളയത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് വളരെ വിഷമിച്ചു പോയി അവരുടെ അവസ്ഥ കണ്ടിട്ട്. പക്ഷേ 30 സെക്കൻഡ് കൊണ്ടാണ് അവർ മരണപ്പെട്ടതെന്നാണ് പറയുന്നത്. ആ നിസ്സാരമായ സമയം അവർ വേദന അനുഭവിച്ചു. അത് വലിയ വേദന തന്നെയാണ്. പക്ഷെ അതോടുകൂടി കഴിഞ്ഞു അവരുടെ ജീവിതം. അത് മുസ്ലിം ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അവന് ദുനിയാവിന്റെ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ നരകത്തിലേക്ക് പോകുന്ന ഒരാളുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. അതതിനേക്കാൾ എത്രയോ ഭീകരമാണ്. അതുകൊണ്ട് തൗഹീദ് എന്ന് പറയുന്നത് അത് ഒരിക്കലും വിശ്രമമില്ലാതെ നമ്മൾ പ്രചരിപ്പിക്കേണ്ട കാര്യമാണ്. നമുക്കുണ്ടാവുന്ന രൂപത്തിൽ. സംസാരിക്കാൻ കഴിയാത്തവൻ അവനൊരു കിതാബ് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിനും സാധിക്കാത്തവന് ഒരാളെ ഒരു ക്ലാസ്സിലേക്ക് ക്ഷണിക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ തൗഹീദ് നമ്മൾ പ്രചരിപ്പിക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ പ്രത്യേകതയുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പുകഴ്ത്തിയിട്ടുള്ളത് അവന്റെ കിതാബിൽ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഏറ്റവും ഖൈറായ ഉമ്മത്താണ്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്?
തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിലക്കുന്നവരുമാണ്. ഈ സിഫത്ത് നമുക്കില്ലെങ്കിൽ നമ്മുടെ ഖൈരിയത്ത്, നമ്മുടെ ഈ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോയി. നമ്മൾ വെറുതെ തിന്നും കുടിച്ചും അതുപോലെ നമ്മുടേതായ വ്യക്തിപരമായ കാര്യങ്ങളിൽ മുഴുകി ജീവിച്ചു മരിച്ചു പോയാൽ എന്തു ഗുണമാണ് നമുക്കുണ്ടുള്ളത്? ഈ ഖൈറു ഉമ്മ, ഏറ്റവും ഉത്തമരായ സമുദായം എന്ന വിശേഷണം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനുള്ള കാരണം അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. ഏറ്റവും വലിയ മഅറൂഫ് തൗഹീദാണ്, ഏറ്റവും വലിയ മുൻകർ ശിർക്കാണ്. അതുകൊണ്ട് തൗഹീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. തൗഹീദിന്റെ ഒരു ക്ലാസ്, ഒരു കിതാബ് പഠനം അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടർന്നുകൊണ്ടിരിക്കണം. ഈ കിതാബ് തൗഹീദ് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള മറ്റൊരു കിതാബ് അത് നമ്മൾ സദാ വായിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാത്തത് കൊണ്ടല്ല ഇതൊന്നും. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മുജ്മലായി ഏറെക്കുറെ അറിയുന്നവരാണ് നമ്മളൊക്കെ. ഇതിന്റെയൊക്കെ ഒരു ആകത്തുക നമുക്കറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ശിർക്ക് ചെയ്യാൻ പാടില്ല, ഇതാണ് ഇതിന്റെ ഖുലാസ. അതറിയാത്തവരല്ല നമ്മൾ. പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ വായിക്കും തോറും തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ പുതുങ്ങിക്കൊണ്ടിരിക്കും, അത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇതാണ് ലക്ഷ്യം, ഇതാണ് നമ്മൾ തൗഹീദ് പഠിക്കുന്നതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തൗഹീദിനെ കുറിച്ചുള്ള ഒരു കിതാബ് സദാസമയം നമ്മുടെ വായനയിൽ ഉണ്ടാകണം. തൗഹീദിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം അത് ഇടയ്ക്കിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൗത്യം കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും മറ്റെല്ലാ മുസ്ലിമീങ്ങൾക്കും തൗഹീദ് യഥാവിധി മനസ്സിലാക്കാനും അതിലേക്ക് ക്ഷണിക്കാനും അതിൽ മരണം വരെ ഉറച്ചു നിൽക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറുതും വലുതുമായ ശിർക്കിന്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ കിതാബിന്റെ അടുത്ത ബാബ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദർസ് തുടർന്നു പോകുവാനും അതുപോലെ തന്നെ നാഫിആയ ഇൽമ് സ്വന്തമാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.